സണ്ണി എം കബിക്കാട് അദ്ദേഹം കൂടി ചേരുന്നുണ്ട്. ശ്രീ സണ്ണി എം കബിക്കാട്, എന്താണ് ഈ ഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ഇതിൽ നിന്ന് പിന്മാറാനുള്ള സാഹചര്യം? മുഖ്യമന്ത്രി പുറത്തു വന്ന വാർത്ത അനുസരിച്ചിട്ട് ഐജിയുടെ റിപ്പോർട്ടിന് പ്രകാരമാണ് എന്നാണ് പറയുന്നത്. നമ്മളിതൊരു ശുദ്ധ നുണയാണ്, ഇതൊരു ശുദ്ധ തട്ടിപ്പാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ശബരിമല ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ആ സമയം മുതൽ രംഗത്തുള്ള ഒരു ഗ്രൂപ്പാണ് ആർത്തവം. അവരിൽ മിക്കവാറും എല്ലാവരും തന്നെ ഞാൻ മനസ്സിലാക്കിയ 90%-ലധികവും മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് നേരിട്ടോ പരോക്ഷമായിട്ടോ ബന്ധമുള്ളവരാണ്. അതല്ലാതെയുള്ള എന്നെ പോലെ 1-2 പേര് മാത്രമാണ്, കുറച്ചു പേര് മാത്രമാണ് പാർട്ടിയായിട്ട് ബന്ധമില്ലാത്തവരുള്ളൂ. അപ്പൊ ഫലത്തിൽ ഇവർ പറയുന്നത് ശൈലജ ടീച്ചറെങ്കിലും ഉദ്ഘാടനം ചെയ്യുന്നു, ഇന്ന് മുഖ്യമന്ത്രി വരാൻ നേരത്തെ മാത്രമേ എന്തോ ഭീകരത ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളത് ഈ പ്രോഗ്രാമിനെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി അത് കർശനമായി പരിശോധിച്ച് പരിപാടിയിൽ പങ്കെടുക്കുക എന്നതാണ് അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം. ഇവിടെ ഭീകരന്മാരാണ് ഈ പറഞ്ഞ ഇവിടെ ഒന്നാമത്തെ കാര്യം. ശ്രീ സണ്ണി എം കബിക്കാട്, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂളിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. സംഘാടകർ എന്ന നിലയിൽ നിങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നപ്പോൾ വരുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു. ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരുന്നതാണോ ഇത്? തീർച്ചയായിട്ടും ഞാനല്ല നേരത്തെ സംസാരിച്ച സംഘാടകരെ ഉറപ്പില്ല. അതല്ലാതെ ഈ എറണാകുളം നഗരത്തിൽ മുഴുവനും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ് വെറുതെ പോസ്റ്റർ വെക്കുന്നു. അത് കൃത്യമായി സംസാരിച്ച് ഉറപ്പ് വാങ്ങിയതിനു ശേഷമാണ് ഈ നഗരത്തിൽ മുഴുവൻ പോസ്റ്റർ വെച്ച് അവർ പ്രചാരണം നടത്തിയത്. ഇന്നലെ ശൈലജ ടീച്ചർ വരുമ്പോ ഇല്ലാത്ത ഒരു സുരക്ഷാ ഭീതി ഇന്ന് എന്തിനാണ് ഈ പോലീസ് ഉണ്ടാക്കുന്നത്? അത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ വനിതാ ശിശുക്ഷേമ വകുപ്പ് നടത്തുന്ന ആർത്തവ ശരീരം എന്ന പ്രത്യേക പ്രദർശനത്തിൽ ശൈലജ ടീച്ചർക്ക് പങ്കെടുക്കാമെങ്കിൽ അന്നില്ലാത്ത എന്തു സുരക്ഷാ കാരണമാണ് ഇന്ന് ഇദ്ദേഹം പറയുന്നത് എന്ന സാമാന്യമായ ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇതിനെന്ത് വിശദീകരണമാകും ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുക? ശ്രീ സണ്ണി, ഇതിനകത്ത് അവർക്ക് വിശദീകരിക്കാനായിട്ട് ഒന്നുമില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ കാര്യത്തിൽ ഈ ശബരിമല ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കെതിരെ അതിഭീകരമായ വിവേചനം ഉണ്ടായപ്പോൾ ആ സ്ത്രീപക്ഷത്തിന് വേണ്ടി നിലയുറപ്പിച്ച ഒരു ഗ്രൂപ്പാണിവർ. ഇവരെ രാഷ്ട്രീയമായി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. ആ പോലീസ് പറഞ്ഞു, ഈ പോലീസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്മാറാൻ പാടില്ലാന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹം സമ്മതിച്ചതല്ല, അദ്ദേഹം ഇവിടെ വരണം. ഈ പ്രവർത്തകർ മുഴുവൻ ഭീകരന്മാരാണെന്ന് ഈ പോലീസുകാർ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നാളെ മുതൽ ഈ പ്രവർത്തകർക്കെതിരെ ഏതെങ്കിലും കുറ്റം ചൂണ്ടി നടപടിയെടുക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് ആരംഭിക്കുന്നത്. അത് തീർച്ചയായും ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ സാമൂഹ്യ പ്രവർത്തകർ മുഴുവൻ ഭീകരരായി പ്രഖ്യാപിക്കുക, മുഖ്യമന്ത്രി വരാൻ പാടില്ലെന്ന് പറയുക. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഭീകരരുള്ളതെന്ന് ഈ പോലീസ് പറയുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ശബരിമല യുവതീ പ്രവേശന വിധിയെ തുടർന്നാണ് ആർത്തവ ഐത്തത്തിനെതിരെ ഇങ്ങനെ ഒരു പരിപാടി തന്നെ സംഘടിപ്പിച്ചത്. ഒരർത്ഥത്തിലൊരു സാംസ്കാരിക പ്രതിരോധത്തിന്റെ ഭാഗം കൂടിയാണല്ലോ. ഈ നവോത്ഥാനത്തിന്റെ മേലങ്കയൊക്കെ ചാർത്തിക്കൊടുക്കുകയും അങ്ങനെ അവകാശപ്പെടുകയും ചെയ്യുന്ന ചില കേന്ദ്രങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? പ്രത്യേകിച്ച് ഈ സന്ദിഗ്ധ ഘട്ടത്തിൽ ഒപ്പം നിൽക്കേണ്ടതായിരുന്നില്ലേ, കൂടെ നിൽക്കേണ്ടതായിരുന്നില്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ഈ കാര്യത്തിൽ കാണിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളെ കേരളം കലാപം കൊണ്ട് അത് നേരിട്ടപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം നിലയുറപ്പിച്ചൊരു ഗ്രൂപ്പാണ് ആർത്തവക്കാരെന്ന് പറയുന്നത്. അത് അദ്ദേഹം മനസ്സിലാക്കണം. അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം, സാംസ്കാരിക പ്രാധാന്യം മനസ്സിലാക്കണം. കേരളം ഒരിക്കലും ചർച്ച ചെയ്യാതിരുന്ന ആർത്തവം പോലൊരു പ്രശ്നത്തെ കേരളത്തിലെ പൊതുവേദിയിൽ ചർച്ചയാക്കി മാറ്റിയ ഗ്രൂപ്പാണിവർ. കേരളത്തിലെ നവോത്ഥാന പാരമ്പര്യത്തിന്റെ സമകാലീന നടത്തിപ്പുകളിൽ ഒരു ഗ്രൂപ്പാണിവർ. അത് മനസ്സിലാക്കാനും അവരോടൊപ്പം നിൽക്കുവാനും മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമാണ് ഞാൻ പറയുന്നത്. പോലീസ് ഇത് വളരെ നുണ പ്രചരിപ്പിച്ച് ഈ സാംസ്കാരിക പ്രവർത്തകരെ മുഴുവനും കുറ്റവാളികളായി പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി കേരളത്തിന് അപമാനകരമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് തിരുത്തേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ CPI ദേശീയ നേതാവ് ആനി രാജ, സാറ ജോസഫ്, താങ്കൾ, സണ്ണി എം കബിക്കാട്, മറ്റുള്ളവർ, സുനിൽ പി ഇളയിടം അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവരൊന്നും സാങ്കേതികമായി സുരക്ഷ എന്നുള്ളത് കണക്കാക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഘടിത ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട് എന്ന കണ്ടെത്തലാണോ, എന്ന പോലീസ് റിപ്പോർട്ടാണോ ആയിരിക്കുമോ ഇവർ നൽകിയിട്ടുണ്ടാവുക? ഞാൻ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ആ പോലീസ് നിയമിച്ചിരിക്കുന്നത്. അതല്ലാതെ സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് മന്ത്രി പോകണമെന്ന് പറയുകയല്ല ചെയ്യുന്നത്. അവരാവശ്യമായ സുരക്ഷ ഒരുക്കുകയായി. അതിനാ പോലീസിന് ശമ്പളം കൊടുത്തുകൂടി ഇരുത്തിയിരിക്കുന്നത്. അതല്ലാതെ മുഖ്യമന്ത്രി പോകണമെന്ന് പറയാനാണ് എന്തിനാണ് ഈ പോലീസ്? ഇവരെന്താ ഈ പറയുന്നത്? ഈ പറയുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? ഒരുപക്ഷെ ഈ സംഘാടകർ വളരെ കഷ്ടപ്പെട്ട് 2-3 മാസം എടുത്ത് പ്രചാരണ പ്രവർത്തനം നടത്തി ലക്ഷക്കണക്കിന് രൂപ മുടക്കി നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിൽ മുഖ്യമന്ത്രി വരുമെന്നുള്ളത്
ഈ സംഘാടകരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അവർ കണ്ടത്. ഏറ്റവും അവസാന നിമിഷം മുഖ്യമന്ത്രി പോലീസ് തടയുക എന്ന് പറഞ്ഞാൽ ഈ പരിപാടി തകർക്കാനുള്ള ഗൂഢാലോചനയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഈ പരിപാടിയിൽ ആരൊക്കെയാണ് ഈ ഘട്ടത്തിൽ ഇതുവരെ പങ്കെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പങ്കെടുക്കുക എന്ന കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന വിശദീകരണം ഇത് ചേർത്താണ് റിപ്പോർട്ട് നൽകിയത് എന്നാണ് അറിയുന്നത്. ശ്രീ സണ്ണി കബിക്കാട്, അങ്ങനെ ദുരൂഹമായി ഇവിടെ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഞാൻ ഇന്നാണ് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നത്. അങ്ങനെ ദുരൂഹമായ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നടന്നതായിട്ട് എനിക്കറിയില്ല. ഇന്നലെ വരുമെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ആള് പാരഞ്ചിത്തായിരുന്നു. അദ്ദേഹം പങ്കെടുത്തു, അദ്ദേഹം പ്രസംഗിച്ചു. അതല്ലാതെ പിന്നെ ഓരോ പ്രോഗ്രാം ആദ്യം ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ എന്തോ ദുരൂഹമായ എന്തോ ഒരു കാര്യം നടക്കുന്നു എന്ന് പോലീസ് പറയുന്നു. തികച്ചും ലജ്ജാകരമായ കാര്യമാണ്. പോലീസ് യഥാർത്ഥം ചെയ്യേണ്ട കാര്യം മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അതിനാണ് പോലീസ്. അതിന് പകരം ഇവിടെ അവിടെയെല്ലാം മാവോയിസ്റ്റുകളാണ്, അവിടെയെല്ലാം ഭീകരന്മാരാണ്, അവിടെയെല്ലാം കുഴപ്പക്കാരാണെന്ന് പറയല. ഈ സാറ ടീച്ചർ സുനിൽ പിള്ളയുടെ ഒക്കെ ഈ ഇടതുപക്ഷവുമായിട്ട് യോജിച്ചു പോകുന്നവരാണ്. സുനിൽ പിള്ളയുടെയൊക്കെ അവരുടെ ഔദ്യോഗികമായ പരിപാടികൾ നിരന്തര സാന്നിധ്യമാണ്. അവരൊക്കെ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ ഭീകരന്മാരുണ്ടെന്ന് പറയാന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്നത്? നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്.